അടിപൊളി അടിപൊളി കേട്ടോ കൂട്ടുകാരെ. ഇപ്പോഴേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലേസി. നമ്മൾ ഇന്നലെ ഇവിടെ ഒരു കപ്പളങ്ങ പറിക്കൽ മത്സരം നടത്തിയായിരുന്നു. ആ കപ്പളങ്ങ ആട്ടോ ഇത്. അപ്പോൾ ഇന്നിത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടോ, ആവശ്യത്തിന് പഴുത്തിട്ടുണ്ടേ. നമുക്കിതിനെ ചെത്തിയിട്ട് ഒരു ജ്യൂസാക്കിയാലോ. ഈ വെയിലല്ലേ മുഴുവൻ, എന്നാ ചൂടാ, വെയിലല്ലേ, ചൂടത്തെ ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നത് അടിപൊളിയല്ലേ. അപ്പോൾ നമുക്കിന്നൊരു കപ്പളങ്ങ ജ്യൂസ് ഉണ്ടാക്കാം. അടിപൊളി കപ്പളങ്ങയല്ലേ, കപ്പളങ്ങ ജ്യൂസ് കുടിച്ചാലോ എല്ലാവർക്കും. ഇത് കുഞ്ഞൂസിനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിന്നത്തേ ഇല്ല. കപ്പളങ്ങാപ്പഴം കണ്ടിച്ച് കഷ്ണമാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് വേണ്ട ജ്യൂസ് അടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ കുടിക്കും. ജ്യൂസ് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് കൊടുത്ത് നോക്കാം, അവൻ കുടിക്കുമോ ഇല്ലയോ എന്നും കൂടെ അറിയാം. അപ്പോൾ നമുക്കിന്ന് ഇത് ഒരു ജ്യൂസാക്കി പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കൂട്ടുകാരെ, നമുക്ക് ഈ കപ്പളങ്ങ ജ്യൂസ് അടിക്കാം. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കപ്പളങ്ങ എല്ലാം അരിഞ്ഞ് ജാറിലിട്ടു. ജ്യൂസ് അടിക്കാനായിട്ട് നമുക്കിനി ഇച്ചിരി ശകലം പാലൊഴിച്ച് കൊടുക്കാം. ഒത്തിരി വേണ്ടായിരിക്കും, കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി. നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. കാരണം നല്ല ജ്യൂസി ആയ കപ്പളങ്ങയാണ്. നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്, നല്ല പഴുത്ത് നല്ല നീരുണ്ട്. കുറച്ച് കപ്പളങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് പഞ്ചസാരയൊന്നും തിന്നണ്ട. പിള്ളേരാണേലും കുറേശ്ശെ മധുരം കൂട്ടിയാൽ മതി. അതിന് ചേരുന്ന മധുരം ഇട്ടാൽ മതി. ഓവറായിട്ട് പഞ്ചസാര തിന്നാൽ കൊള്ളത്തില്ല. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് അടിച്ചു കൊടുക്കാം. ഷെയ്ക്കല്ലല്ലോ, അപ്പം ഇച്ചിരിയുടെ പാല് വേണം. ശകലം കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാവേ. നല്ല കുറുകിയിരിക്കും. ഷെയ്ക്ക് പോലെയാകും, അല്ലെങ്കിൽ ജ്യൂസ് അല്ലേ. അപ്പോൾ നമ്മുടെ കപ്പങ്ങ ജ്യൂസായി റെഡിയായി കേട്ടോ. നമുക്കിത് കുഞ്ഞൂസിന് കൊടുക്കാവേ. കുഞ്ഞൂസ് കുടിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞൂസിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. കുഞ്ഞൂസേ വാ, നമ്മുടെ അവൻ ഗ്ലാസ് ഒക്കെ പിടിച്ച് റെഡിയായി നിൽക്കുക. നമ്മുടെ ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കിയേ. അടി കോര കുടിച്ചു നോക്കിയേ. അത് ശരീരത്തിന് നല്ലതാ. ഈ ചൂട് കാലത്ത് നമ്മളിങ്ങനെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണോ ഇല്ലയോ അത് പോയാൽ പറ. എങ്ങനെയുണ്ട്? അടിപൊളി ആണോ? നല്ലതാണോ? മധുരമൊക്കെ ഉണ്ടോ? നല്ല ഓറഞ്ച് കളർ അല്ലേ? എന്ത് രസമാന്ന് നോക്കിയേ. കപ്പളങ്ങ പഴത്തിനേക്കാളും നല്ലതല്ലേ? എന്നാ കുടിച്ച് കാണിച്ചു വന്നാ. കുടിച്ചേ, കുടിക്കൂ. അടി പൂച്ചയും പട്ടി എല്ലാം വന്നല്ലോ കുഞ്ഞൂസിന്റെ അടുത്ത്. എല്ലാരും വന്നു കുഞ്ഞൂസിന്റെ ജ്യൂസ് കുടിക്കാൻ. താറാവും. ഞാൻ ഇച്ചിരി കുടിച്ചു നോക്കട്ടെ. കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറ. ഒരു കുരു കിട്ടിയില്ല അതിനകത്തൊന്നും. അടിപൊളി കേട്ടോ, സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരം, നല്ല ടേസ്റ്റ്, അത്യാവശ്യം തണുപ്പ് എല്ലാം ഉണ്ട്. അടിപൊളി കേട്ടോ, സൂപ്പർ. ഈ വേനക്ക് ഈ ചൂടത്ത് കുടിക്കാൻ, ഉള്ളു കുളിർക്കാൻ നല്ലൊരു ജ്യൂസ്. അടിപൊളി. നമ്മുടെ ജ്യൂസെല്ലാം റെഡി ആയതാണ്. എല്ലാവരും കുടിച്ച് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണ്. അപ്പം നിങ്ങളും കപ്പളങ്ങയും കൊണ്ട് ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.